ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ അറിയാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയിട്ട് 100 രൂപയ്ക്ക് സർവൈവ് ചെയ്യാൻ പോവാണ്. ഇവിടെ എവിടെയൊക്കെ പോവും, എന്തൊക്കെ കഴിക്കും, എന്തൊക്കെ ചെയ്യും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ഇവിടെ എന്നാ കഴിക്കാമെന്ന് അറിയാമോ? ഇവിടെ വടയും സാമ്പാറുണ്ടെന്ന് മാത്രം എനിക്കറിയാം. പിന്നെ നമ്മൾ നടന്ന് കട തപ്പിക്കൊണ്ടിരുന്നു. പിന്നെ ഈ ഒരു കട കണ്ടപ്പോ ഇവിടെയും കയറി. കടയിൽ കയറി നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു വാഴയില അങ്ങ് തന്നു. അത് കഴിഞ്ഞപ്പോ അടുത്തിരിക്കണവരെ നോക്കിയപ്പോ അവര് കൈ കഴുകിയിട്ട് വാഴയിലൊക്കെ നനയ്ക്കുമായിരുന്നു. ഞാനത് കണ്ടോണ്ടിരുന്നു. അതിന്റെ സംഭവം എന്ന് അറിയാൻ പാടില്ല. ഇനി വാഴയില കഴുകിയതാണ്. അതിട്ട് എന്താണ് വേണ്ടതെന്ന് പറയപ്പോ ഞാൻ പറഞ്ഞു ഒരു വടയും എടുക്കാൻ. ആ ഒരു സമയത്ത് ഞാൻ വേറെ ടേബിളിലേക്കൊക്കെ നോക്കിയപ്പോഴേ എന്നെ നോക്കിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ഒരു വട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഈശ്വര വടാന്ന് തന്നെയല്ലേ പറഞ്ഞേ. ആണല്ലോ. അങ്ങനെ വടയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോഴാണ് കടയിലെ പുള്ളി പറഞ്ഞ ഇല എടുത്തുകൊണ്ട് പോയത്. ഞാൻ നമ്മുടെ ഇവിടെ കഴിക്കണ പോലെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. പക്ഷെ അവിടെ ഉള്ളവർ ഇല എടുത്ത് മടക്കിയിട്ട് ഈ ഒരു ഇതിലേക്ക് ഇടും. അതിട്ട് നമ്മൾ അവിടെ നിന്ന് കാശ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു മച്ചാനാണ് നമുക്ക് എല്ലാം എടുത്തു തന്നെ. പിന്നെ ഈ ഒരു അണ്ണനുമായിട്ടും കമ്പനിയായി. ആ ഒരു കടയിൽ കയറിയപ്പോഴേ ആ പുള്ളി ഞാൻ ഒരു പറഞ്ഞ ഒരു വട മതി എന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറയാ ഒരെണ്ണം പോരാ, പുള്ളിയൊക്കെ 5 തിന്നൂന്ന്. എന്നിട്ട് 5 പുള്ളി ഇടാൻ നോക്കിയാ. പിന്നെ ഞാൻ പറഞ്ഞു ഡയറ്റാന്നൊക്കെ പറഞ്ഞ ഒഴിഞ്ഞ്. അതുകൊണ്ട് വലിയ വിഷയിലായിരുന്നു. സോ ഞങ്ങൾക്ക് അടുത്തേക്ക് വാ. അടുത്ത് ഗാന്ധി മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. എന്നാന്ന് അറിയാൻ പാടില്ല, നമുക്ക് പോയി നോക്കാം. സോ വണ്ടി മാറി. പക്ഷെ നടക്കാനായിട്ട് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ഒരു അരമണിക്കൂർ നടക്കണം. നമുക്ക് നടക്കാം. നമുക്ക് എന്ത് നടക്കും? നമ്മൾ ജിമ്മിലൊക്കെ പോകണല്ലോ. നമുക്ക് സ്റ്റാമിന ഉണ്ടല്ലോ അല്ലടാ? അതെ നമുക്ക് എന്ത് നടത്താം. അങ്ങനെ നേരെ നമ്മൾ കടന്ന് ഇതുവരെ കാണാതെ നമ്മുടെ ഗാന്ധി മാർക്കറ്റിലേക്ക്. ഞാൻ ഓർത്താണ് ഇവിടുത്തെ ബസ്സിലൊക്കെ കയറാന്ന്. പക്ഷെ നമുക്ക് വഴിയൊന്നും അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കയറിയില്ല. അതിട്ട് നമ്മൾ നടന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഓട്ടോ ചേട്ടന്മാരോടും ചോദിച്ചു എങ്ങോട്ടാണ് നടക്കണ്ടേന്ന്. അന്നേരം ചേട്ടൻ പറഞ്ഞു നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതിന്ന്. ഓ ആരും കണ്ടില്ല, എന്നാ പോയേക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ നാറാറുള്ള, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇപ്പൊ ശീലായി. ഓട്ടോയ്ക്ക് കയറിയാലോ നടന്നു അടുത്ത്. ഇപ്പൊ എത്ര വേണം? ഓട്ടോയ്ക്ക് എത്രയാവുമായിരിക്കും? 100. 100 ആവുന്നില്ല, ഞാൻ ഡീൽ ചെയ്ത് തരാം. എന്നാ ഗാന്ധി മാർക്കറ്റ് എത്രയാവും? അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോണ നേരത്താണ് മറ്റേ ആൾക്കാരും തന്നെ. അന്വേഷിച്ച് ആ നേരെ കണ്ട വഴി കൂടെ നമ്മളങ്ങ് കയറി. വിജയാണ് പൊക്കത്ത്. ഇവിടെ ഒരു ചേച്ചിയെ കണ്ടായിരുന്നു. ആ ഒരു ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഗാന്ധി മാർക്കറ്റിലേക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന്. അന്നേരം ആ ചേച്ചി പറഞ്ഞു ഇത് ഗാന്ധി മാർക്കറ്റാന്ന്. ഇതിപ്പോ ഗാന്ധി മാർക്കറ്റ് എത്തി നമ്മള്. ഓക്കെ താങ്ക് യു. അപ്പൊ നമ്മള് ഗാന്ധി മാർക്കറ്റ് എത്തി. നമ്മള് പോലും അറിയാണ്ട് നമ്മള് ഗാന്ധി മാർക്കറ്റ് എത്തി. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? നേരോ റോത്തിയാ. ഇവിടെ കുറെ കടയുണ്ടായിരുന്നു. അതുപോലെ പ്രകൃതി രമണീയായിട്ടുള്ള കുറെ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകാന്ന് തീരുമാനിച്ചു. കൊല്ലം കുതിര എവിടെയാണെന്ന് നോക്കാം. കുതിരേനെ കണ്ടുപിടിച്ചിട്ട് അതിൽ കയറാം. ഓക്കെ, ആ കാര്യമല്ലേ നടക്കട്ടെ. അങ്ങനെ എന്റെ കുതിര കയറണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ നേരെ കുതിരയുള്ള സ്ഥലത്തേക്ക് വന്നു. കുതിര ഓടിക്കണ അണ്ണനോട് ചോദിച്ചപ്പോ അണ്ണൻ പറഞ്ഞ് 50 രൂപയ്ക്ക് അവിടെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. മോനെ ഇതിങ്ങനാണ് ഇരിക്കണേ. താഴെ പോയിരിക്കാൻ സാധനം ഇടണോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് കുതിര വണ്ടിയെ കുറിച്ച്. അടിപൊളി. അണ്ണാ പേരെന്താ? ശരവണൻ. ശരവണൻ, അടിപൊളി പേര്. നൈസ് നെയിം അണ്ണാ, നൈസ് നെയിം. അടിപൊളി. എന്താ മനസ്സിലായോ? ഒരു പെണ്ണ് വീഡിയോ എടുക്കണുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ കാണിച്ച്. അപ്പൊ അവള് ചിരിക്കണ്. അവളെ ചിരി പടർത്തി. ചിരി പടർത്തി അവളെ കാണിച്ചു തരാട്ടോ. വെയിറ്റ്. അവളുടെ കൂടെ അവളുടെ അച്ഛനുണ്ട്. പിടിച്ച് തല്ലുവോന്നറിയില്ല. പിടിച്ച് തല്ലുവോന്നൊന്നും അറിയാൻ പാടില്ല. എന്നാലും നിങ്ങക്ക് വേണ്ടി അവർ റിസ്ക് എടുക്കാൻ പോവാണ്. ഓക്കെ. അയ്യോ എടാ, ഞാൻ അത്രയും വലിയൊരു റിസ്ക് എടുത്തല്ലേ. ഒന്ന് ലൈക്ക് അടിക്കും വീഡിയോ കേട്ടോ. ഒരു സബ്ബോടെ കാരണം ആലോചിച്ചു. അവളുടെ അച്ഛൻ കൂടെ ഉണ്ട്. എന്നിട്ട് ഞാൻ റിസ്ക് എടുത്ത അത്രയും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെ കാണിക്കാനായിട്ട്. എനിക്ക് വേണമെങ്കിൽ അവളെ കണ്ടിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫോണില് വീഡിയോ എടുത്തു. എന്നാ സ്ഥലത്തിയാ. ഓക്കെ, നമ്മള് സ്ഥലത്താറേ. എടാ മുത്തൊരു ചേച്ചി വീഡിയോ എടുത്ത്. ഒരു ചേച്ചി വീഡിയോ എടുത്ത്. അന്നേരം ഞാൻ തിരിച്ചും വീഡിയോ എടുത്ത്.
ഇത്രയുടെ എന്നെ കാണുമ്പോ എല്ലാവരും വീഡിയോ എടുക്കണം. ശരവണ അണ്ണന്റെ കുതിര കയറി നമ്മൾ നേരെ സ്ഥലത്തെത്തി. ഇപ്പൊ നമ്മൾ 60 രൂപ സ്പെൻഡ് ചെയ്ത് ഇനി നമുക്ക് 40 രൂപയുടെ എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുതിര കയറാതിരിക്കുവാണെങ്കിൽ ആ 50 രൂപ സേവ് ചെയ്യായിരുന്നു. എന്നാലും 50 രൂപ ആയാലും കുഴപ്പമില്ല. 50 അല്ല 500 ആണല്ലോ ഞാൻ കുതിര കയറും. കാരണം ബ്രോ നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഓരോ സംഭവങ്ങൾ ട്രൈ ചെയ്യണ്ടേ. അതിനുശേഷം നമ്മൾ വെറുതെ അതിലേ നടന്ന്. ഇവിടെ ഉണ്ടല്ലോ നമ്മള് റീലില് കാണുന്ന സാധനം ഒന്നും പറയാൻ നിൽക്കില്ല, വിഷയാവും. ഞാനിപ്പോ അറിയാണ്ട് മൂഞ്ചി എന്ന് പറയാൻ വന്ന്. അന്നേരം ഉണ്ടല്ലോ അത് ആ വാക്കിന് പിന്നെ വലിയ വിഷയമില്ലെന്ന് ഓർക്കാം. പക്ഷെ വേറെ വാക്കൊക്കെ പറഞ്ഞാ ഇവിടം ചുമക്കും, അടിവാരും. അതുകൊണ്ട് അങ്ങനത്തെ ഭാഷയൊന്നും പറയാൻ നിൽക്കില്ല. അതായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ഇവിടെ പൂരി കിട്ടുന്ന കട ഉണ്ട് 25 രൂപയ്ക്ക്. അങ്ങനെ ഈ ഒരു ചേച്ചിയുടെ കടയിൽ കയറി. എനിക്ക് ഹിന്ദി തരിയാത്. ഇന്ത്യ மலையாளி சொந்தக்காரங்க நம்ம நிறைய பேர் இருக்காங்க வேண்டாம் நமக்கு ഹിന്ദി പടാത്തോടാ മാലു. ഹിന്ദി വരുമ്പോ തമിഴ് തന്നെ, തമിഴ് വരുമ്പോ ഹിന്ദി ഉണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ ആ ചേച്ചി പറഞ്ഞു നമുക്കൊരു സെൽഫി എടുക്കാന്ന്. പിന്നെ സെൽഫി എടുത്ത്. നമ്മുടെ ചാനൽ സബ്ബടിപ്പിക്കാൻ വന്നേക്കോട്ടെ. ഓക്കെ ഇതിന്റെ പേരെന്താ? ரம்யா രമ്യ. ரம்யா രമ്യ. ஆ എന്റെ ഒരു ഗൗതം. கௌதம் ഓക്കെ കാണാം. നല്ല അടിപൊളി, നല്ല ഡാപ്പിളിയോ ചേച്ചിയും ചേട്ടനും. ചേച്ചി ഇവിടെ വന്നപ്പോ നമ്മള് നമ്മുടെ ഫിറോസിക്കൊക്കെ ഉണ്ട്, കാണിച്ചു വിടാ. ഫിറോസിക്ക് ഇക്ക ഇവിടെ തന്നെ കാര്യം. അവിടെ നോക്കി എല്ലാരും ഉണ്ടോ? ഇന്നത്തെ ഓണറിനെ കാണാനില്ല. അണ്ണാ എന്താ പയ്യനെ തെരിയുമാ? എന്താ പയ്യൻ നമ്മുടെ നാട്ടിലെ പെരിയ ആൾ. ഫിറോസിക്കാനെ കണ്ടിട്ട് തിരിച്ചു പോണ വഴിക്ക് ഒരെണ്ണം വന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നമ്മുടെ ഉണ്ട് 15 രൂപ. അങ്ങനെ രാത്രി ഈ 15 രൂപയും പിടിച്ചുകൊണ്ട് ഞാൻ നടന്നു. ഈ ഒരു സമയത്ത് ഞാൻ ചെറിയ ചെറിയ കടകൾ നോക്കി നടന്ന്. അതാകുമ്പോ കാശ് കുറവാണല്ലോ. അങ്ങനെ ഈ ഒരു കടയിൽ കയറിയപ്പോ ആ ചേട്ടൻ പറയുവാണ് ഇവിടെ 30 രൂപയാന്ന്. പിന്നെ വേറൊരു കടയിൽ കയറി. ഇവിടെ എല്ലായിടത്തും മിനിമം 30 രൂപയ്ക്കാടേ. പക്ഷെ ഈ ഒരു കടയിൽ കയറിയപ്പോ ഈ എണ്ണം പറഞ്ഞ് 10 രൂപയ്ക്ക് സാധനം തരാന്ന്. പിന്നെ ആ പൊരിയും വാങ്ങിയിട്ട് ഞാൻ നേരെ പോകും. ഞാൻ ഓർത്ത് ഇവിടെ ഞാൻ നാണം കെടുവന്ന്. പക്ഷെ അണ്ണൻ മൈൻഡ് ചെയ്ത് നാണം കെട്ടില്ല, കമ്പാക്ക്. എന്തായാലും ഒരു പ്ലാനും ഇല്ലാണ്ട് ഈ നാട്ടിൽ വന്നിട്ട് കുറെ ഡബ്ല്യൂ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുകൊണ്ട് കുറെ ഡബ്ല്യൂ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. ബ്രോ ഞാൻ ഈ ഒരു 100 റുപ്പി ചലഞ്ച് വീഡിയോ ഇല്ലേ, ഇത് ഞാൻ കേരളത്തിൽ ഓൾറെഡി ചെയ്തായിരുന്നു. പക്ഷെ അത് വേറെ ചാനലിൽ ഇട്ടത്. വേറെ ചാനലിൽ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടായിരുന്നു. പക്ഷേ എന്നാ ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് എല്ലായിടത്തും എനിക്ക് ഇതുണ്ടല്ലോ ഇന്ത്യ മൊത്തം ചെയ്യണമെന്നുണ്ട്. ഈ 100 റുപ്പി വെച്ചിട്ട് ഉള്ള വീഡിയോ എനിക്ക് ഇന്ത്യ മൊത്തം ചെയ്യണമെന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സംസ്ഥാനം കമന്റ് ഇട്, നമുക്ക് അടുത്ത് അവിടെ പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കേരളത്തിൽ വന്നിട്ട് ഒന്നോടെ ചെയ്യാം. ഈ ചാനൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇത് വേറെ ചാനൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കേരളത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഏത് സംസ്ഥാനം വേണമെന്നൊന്ന് കമന്റ് ഇട്ട് തരും. ഓക്കെ, കമന്റ് ഇട്. ഓക്കെ, സോ നമുക്ക് അടുത്ത